ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ശുദ്ധമായ വെളിച്ചെണ്ണ എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാമെന്നുള്ളതാണ്. അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ഇഡ്ഡലി ചെമ്പും പിന്നെ 2 തേങ്ങയും മാത്രമാണ് കേട്ടോ. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ശുദ്ധമായ വെളിച്ചെണ്ണ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന വെളിച്ചെണ്ണ ഏതെടുത്ത് നോക്കിയാലും മായം ചേർത്താണ് നമുക്കുണ്ടാകുന്ന എല്ലാ അസുഖങ്ങൾക്കും പ്രധാന കാരണമെന്ന് അറിയപ്പെടുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന മായം ചേർത്ത വെളിച്ചെണ്ണ തന്നെയാണ്. കൊളസ്ട്രോൾ ആയാലും മറ്റുള്ള ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അത് കൊളസ്ട്രോൾ ഉണ്ടാവില്ല എന്നാണ് സാധാരണ പഠനങ്ങൾ തന്നെ തെളിയിച്ചിട്ടുള്ളത്. സ്ഥിരം കേൾക്കുന്ന വാർത്തകളിൽ തന്നെ പറയുന്നുണ്ട്, വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഓയിൽ ശുദ്ധീകരിച്ചതിന് ശേഷം അതിൽ എസൻസ് ചേർത്ത് പാക്കറ്റിലാക്കി കടയിൽ കൊണ്ടുവന്ന് വിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കമ്പനികളും അതങ്ങനെ ചെയ്യുന്നു എന്നല്ല, അങ്ങനെ മായം ചേർക്കുന്ന ഒരുപാട് കമ്പനികൾ ഉണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. പിന്നെ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് ഓയിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ 2 നല്ല തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് പൊതിച്ച് വൃത്തിയാക്കിയ തേങ്ങയാണ്. ഇത് നമ്മൾ കുക്കറിലേക്ക് ഇറക്കി വെക്കുകയാണ്. ഇനി ഇത് മൂടത്തക്ക രീതിയിൽ കുറച്ച് വെള്ളം അതിലൊഴിക്കണം. അതായത് തേങ്ങ മുക്കി നിൽക്കുന്ന രീതിയിൽ നമുക്ക് വെള്ളം അതിലൊഴിക്കണം. ഈ വോയിസ് കണ്ടിട്ടാരും തിരിച്ചറിയണ്ട, വീഡിയോ വേറൊരു ആളുണ്ടാക്കിയതാണ്. അപ്പം നമ്മൾ വോയിസ് കൊടുക്കുന്നതേ ഉള്ളൂ. ഇത് കണ്ടിട്ട് ഇനി ആരും ചോദ്യങ്ങൾ ചോദിക്കാൻ നിൽക്കണ്ട. പിന്നെ നമുക്ക് ആ കുക്കറിനെ ഒന്ന് മൂടി വെക്കേണ്ടതായിട്ടുണ്ട്. അതിന് കറക്റ്റ് സൈസിനുള്ള ഒരു മൂടാവി എടുത്ത് നമ്മളത് മൂടി വെച്ചിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഒന്ന് കത്തിച്ച് കൊടുക്കാം. ഇനി നമ്മൾ ആ തേങ്ങ അതിൽ കിടന്ന് ഒന്ന് വെന്ത് റെഡിയാവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിന് ഏകദേശം ഒരു 5 മിനിറ്റിനുള്ളിൽ മതിയാവും. നല്ല ചൂട് ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആവി വരും. ഈ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന തലയിൽ തേക്കുക, കുഞ്ഞുങ്ങൾക്കും മുടി പൊഴിച്ചിലുണ്ടാവില്ല എന്നുള്ളതാണ് ഇത് പ്രധാന പ്രത്യേകത. പിന്നെ തലമുടി പൊഴിഞ്ഞ ആൾക്കാർക്ക് തലമുടി പൊടിക്കാനും ഇത് നല്ലതാണ്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് മുഖത്തും പുറത്തും തേച്ചു കൊടുക്കാൻ വളരെ ഉത്തമമായൊരു ഓയിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഈ ശുദ്ധമായ വെളിച്ചെണ്ണ എന്ന് പറയപ്പെടുന്നത്. പിന്നെ ഇത് നിറം കുറഞ്ഞ ആൾക്കാർക്ക് തേക്കുകയാണെങ്കിൽ സ്കിന്നിന് നിറം വയ്ക്കാനും പിന്നെ സ്കിന്നിന് ഗ്ലോ കൂടാനൊക്കെ വളരെ നല്ലതാണ്. പിന്നെ അധിക സമയമായിട്ടില്ല, ഒരു 5 മിനിറ്റ് ആയിട്ടുള്ളൂ. നമ്മൾ ആ തേങ്ങ നന്നായിട്ട് ചൂടായിട്ടുണ്ടോ, ഭയങ്കര ചൂടാണ് കേട്ടോ. നമുക്ക് ആ പാത്രത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, നമ്മളെ തേയില വെള്ളം ഇട്ടതുപോലെയാണ് അതിൻ്റെ ആ വെള്ളം കിടക്കുന്നത്. നല്ലൊരു റെഡിഷ് കളറായിട്ടുണ്ട്, ഒരു ബ്രിക്ക് റെഡ് കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ആ തേങ്ങ എടുത്ത് പുറത്തേക്ക് മാറ്റണം. അതിനൊരു സ്പൂൺ ഉപയോഗിച്ച് ആ തേങ്ങ എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ വെക്കാൻ പോവുകയാണ്. 2 എടുത്ത് മാറ്റിയിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ ഈ വെള്ളമല്ല ഉപയോഗിക്കുന്നത്, വെള്ളം നമുക്ക് പുറത്തേക്ക് തേക്കാൻ കൊള്ളാം. അതുമാത്രമല്ല, ഇത് നമുക്ക് തലമുടിയിൽ ഒഴിച്ച് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കണ്ടീഷണർ ഉപയോഗിച്ച ആ ഒരു ഫീലിംഗാണ്. തലമുടി ഒരു സ്മൂത്ത്നെസ് കിട്ടാൻ വേണ്ടി നമുക്ക് ഈ വെള്ളം ഉപയോഗിക്കാം. അതിനുവേണ്ടി ഈ വെള്ളം നമുക്കെടുത്ത് മാറ്റി വയ്ക്കാം. ഓക്കെ, ഇനി നമ്മുടെ പ്രധാന കഥാപാത്രമായ തേങ്ങ അവിടെ തണുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തണുത്തതിന് ശേഷം മാത്രമാണ് നമുക്ക് നമ്മുടെ ആ മെയിൻ പരിപാടിയിലേക്ക് കിടക്കാൻ. അപ്പോൾ തേങ്ങ ഒന്ന് പൊട്ടിച്ചെടുക്കണം. പൊട്ടിച്ചെടുത്ത തേങ്ങന്ന് ചിരട്ട എടുത്ത് മാറ്റണം. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നത് നമുക്കറിയില്ല, നമ്മുടെ നാട്ടിൽ ചിരട്ട എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ചിരട്ടയിൽ നിന്ന് നമുക്ക് ആ തേങ്ങ വേർപ്പെടുത്തി എടുക്കണം. ആ വേർപ്പെടുത്തി നമ്മളെടുത്ത് വീണ്ടും ഒരു പാത്രത്തിലേക്ക് വെക്കേണ്ടതായിട്ടുണ്ട്. ഇത് നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർ ലൈക്ക് ചെയ്യുന്നില്ല എന്നൊരു പരാതി നമുക്കുണ്ട്. നമുക്കത് ലൈക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു കമൻറ്റെങ്കിലും ഇടുക. നിങ്ങളുടെ കമൻറ്റും ഒരു ലൈക്കൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ബാക്കിയുള്ളവരിലേക്ക് എത്തുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾ മാത്രം അത് ഉണ്ടാക്കി കഴിച്ചാൽ മാത്രം പോരല്ലോ, നിങ്ങളെ സുഹൃത്തുക്കളും ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കട്ടെ. അല്ലാതെ മായം ചേർത്ത വെളിച്ചെണ്ണ മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്കും അസുഖങ്ങൾ ഉണ്ടാവില്ലേ. അപ്പം നമ്മളെ സുഹൃത്തുക്കളെ സംരക്ഷിക്കേണ്ട ചുമതല നമുക്കുള്ളതാണ്. തോട് വേർപ്പെടുത്തി സുന്ദര കുട്ടപ്പന്മാരായ തേങ്ങ നമ്മളൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ചെറിയ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുക്കണം. പിന്നെ ഇതിന് വേറൊരു പ്രത്യേകത ഉണ്ട്. നമ്മൾ മറ്റുള്ള ഇത് ചെയ്യും പോലെ തേങ്ങ അരിഞ്ഞ് വെയിലത്തിട്ട് ഉണക്കി
പിന്നെ അത് മെല്ലിക്കൊണ്ടുപോയി ആട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്കല്ലാതെ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. നമുക്കതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള തേങ്ങ ചെറിയ ചെറിയ പീസാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. ഇതിപ്പം വീട്ടിലുള്ള കുട്ടികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പം എടുത്ത് വെറുതെ വാരി തിന്ന് കളയും. എന്തായാലും അവർ വരുന്നതിന് മുമ്പ് തന്നെ നമുക്കിത് സെറ്റ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തേങ്ങ മിക്സിയിലിട്ട് ഒന്ന് ചതച്ചെടുക്കണം. ചതച്ച് എടുത്ത തേങ്ങ നമുക്ക് അത് വെച്ചിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ ആട്ടിയെടുത്ത നമ്മൾ ആ തേങ്ങ ഒന്ന് അരിച്ചെടുക്കണം. നമ്മുടെ നല്ല അരിപ്പിലേക്ക് അങ്ങോട്ട് ഒഴിച്ചിട്ട് അതിനെ പിഴിഞ്ഞ് തേങ്ങാപ്പാലായിട്ട് എടുക്കണം. ഈ തേങ്ങാപ്പാൽ ഉപയോഗിച്ചാണ് നമ്മൾ വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ പോകുന്നത്. വീഡിയോ കണ്ടിട്ട് ലാഗടിക്കുന്നുണ്ടല്ലേ, കുഴപ്പമില്ല. ഇനി നമുക്ക് ആ തേങ്ങാപ്പാൽ മാക്സിമം പിഴിഞ്ഞെടുക്കാൻ പറ്റുന്ന രീതിയിൽ ആ തേങ്ങ, ഇനി നമുക്ക് ആ തേങ്ങ എങ്ങനെ ഉപദ്രവിക്കാൻ പറ്റുമോ ആ രീതിയിലെല്ലാം ഉപദ്രവിച്ച് നമുക്ക് ആ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് അതിൽ നിന്ന് എടുക്കണം. ലേശം പോലും തേങ്ങാപ്പാൽ നമുക്ക് ഒഴിവാക്കി കളയാൻ പറ്റില്ല. നമുക്ക് എത്രത്തോളം അതിൽ നിന്ന് തേങ്ങാപ്പാൽ എടുക്കുന്നത് അതനുസരിച്ചാണ് നമുക്ക് ആ തേങ്ങയിൽ നിന്ന് ഓയിൽ കിട്ടുന്നത്. തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ട് ബാക്കിയെടുക്കുന്ന ഈ കൊത്തെന്ന് നമ്മളിവിടെ നാട്ടിൽ പറയും. ഈ സാധനം നമ്മൾ കളയേണ്ട ആവശ്യമില്ല. നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ചമ്മന്തി ഉണ്ടാക്കാം. മീൻകറി ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിൽ അരപ്പായിട്ട് പൊടി കൂട്ടി റെഡിയാക്കി എടുക്കാം. അപ്പോൾ എന്തായാലും അത് വേസ്റ്റ് ആകത്തില്ല. നമുക്ക് ആവശ്യമായിട്ടുള്ള വീട്ടിൽ ഉപയോഗിക്കാൻ എടുക്കുന്ന തേങ്ങയിൽ നിന്ന് ഈ പാൽ വേർതിരിച്ചെടുത്താൽ മതി. ഇങ്ങനെ ചെയ്തിട്ടേ ബാക്കിയുള്ള ഭാഗം നമുക്ക് ചമ്മന്തിക്കോ അങ്ങനെയുള്ള എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യാം. പിന്നെ ഈ കിട്ടുന്ന വെളിച്ചെണ്ണ നമുക്ക് വീട്ടിൽ വറ്റൽ പോലുള്ള സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. കുഞ്ഞുങ്ങൾക്ക് വേണമെങ്കിൽ അതിനൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് നമുക്ക് കൊടുക്കുകയും ചെയ്യാം. തേങ്ങാപ്പാൽ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇന്നാണ് നമുക്ക് ഓയിൽ ഉണ്ടാക്കുന്നതെങ്കിൽ ഇത് ഇന്നേനെ ഉപയോഗിക്കാം. ഇനി നാളെ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ എന്നെങ്കിൽ ഇതിനെ ഫ്രിഡ്ജിൽ വെക്കണം, അല്ലെങ്കിൽ തേങ്ങാപ്പാൽ കേടായിപ്പോവും. ഇത് തലേദിവസം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചെടുത്ത തേങ്ങാപ്പാലാണ്. എടുത്തു കഴിഞ്ഞാൽ അലുവ പോലെ സെറ്റായിരിക്കുന്നുണ്ട. ഇനി ഇതിൽ നിന്നാണ് നമ്മൾ വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു വറചട്ടി ഉണ്ടല്ലോ, വറചട്ടിയിലേക്ക് നമ്മൾ ഈ തേങ്ങാപ്പാൽ എടുത്ത് വെച്ച് അതിനെ കുറുക്കിയെടുക്കണം. ചെറുതീവിൽ ഇട്ടാൽ മതി. ഒരുപാട് തീ ആയിക്കഴിഞ്ഞാൽ അടിയിൽ പിടിച്ച് പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട്. ചെറു തീയിലിടുക, കുറച്ച് നേരം ഒന്ന് കുറുക്കി കൊടുക്കുക, അടിയിൽ പിടിക്കാണ്ട്. ഇനി അടിയിൽ പിടിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു സാധനം ക്ഷമയാണ്. ക്ഷമയുള്ളവർ ഇതിൻ്റെ കൂടെ നിൽക്കുക, ഇല്ലാത്തവർ കുറച്ചങ്ങോട്ട് മാറി വേറെ എന്തെങ്കിലും പണികൾ ചെയ്യുക. ആ സമയത്ത് ബാക്കിയുള്ള പണികൾ നടക്കും. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇത് നടക്കും. ഇതവിടെ കിടന്ന് തിളച്ച് വെന്ത് റെഡിയാകുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് വന്നാൽ മതി.
ആയിട്ടുണ്ട്. നമ്മൾ ഒരു പാത്രം നിറച്ചാണ് നമ്മൾ തേങ്ങാപ്പാൽ വെച്ചിരുന്നത്. ഇപ്പോൾ അതിൻ്റെ പകുതി ആയിട്ടുണ്ട്. നല്ല ചൂടായി മൊരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതിനുള്ള ജലാംശം വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇതിനെ നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. വേണമെങ്കിൽ അല്പം തീ കൂടെ കൂട്ടി കൊടുക്കുക. അത് കിണ്ടി ഇത് ഏകദേശം വെന്ത് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഉണ്ടാവേ ഓയിൽ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഓയിൽ രണ്ടായിട്ട് മാറി. നമ്മൾ കടയിൽ തേങ്ങ ആട്ടാൻ കൊടുത്തെങ്കിൽ ഓയിൽ പിന്നെ ഒരു പിണ്ണാക്ക് സെപ്പറേറ്റ് വരും. ഇവിടെ അതുപോലെ അല്ല, ഈ ഓയിൽ പോയിട്ട് ബാക്കിയുള്ള ഭാഗം വേർതിരിച്ച് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഓയിലിന് കളർ വേണമെന്നുള്ളവർ മഞ്ഞൾപ്പൊടി ലേശം ആഡ് ചെയ്യുക. അപ്പോൾ ഒരു ഓയിലിന് കുറച്ചുകൂടി മഞ്ഞ കളർ കിട്ടും. ഇല്ലെങ്കിൽ സാധാരണ നമ്മൾ ശുദ്ധമായ വെളിച്ചെണ്ണയുടെ കളർ, അതായത് ഒരു കളറില്ലാത്തൊരു രീതിയിൽ വരും. അപ്പോൾ നമുക്ക് കളർ ആവശ്യമുള്ള ആൾക്കാരാണെങ്കിൽ ലേശം മഞ്ഞ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ വെളിച്ചെണ്ണയിൽ വേണമെങ്കിൽ മഞ്ഞൾപ്പൊടിയും കുറച്ച് രക്തചന്ദനത്തിൻ്റെ പൊടിയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 40 ഓയിൽ പോലെ ഉപയോഗിക്കാം. ഇത് സ്കിന്നിലുണ്ടാകുന്ന ചൊറിച്ചിൽ, പാട് പോലുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒരുപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റിയൊരു വെളിച്ചെണ്ണയാണ്. പിന്നെ തലമുടി പൊഴിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഈ വെളിച്ചെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തലമുടി പൊഴിച്ചിട്ടുണ്ടാവില്ല. പിന്നെ തലമുടി വളരാൻ വളരെ ഉത്തമമായ ഒരു വെളിച്ചെണ്ണയാണ് നമുക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനെ നമ്മൾ ഉരുക്ക് വെളിച്ചെണ്ണ എന്നും പറയും. പിന്നെ വളരെ ശുദ്ധമായ വെളിച്ചെണ്ണയാണ്. മായമൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. അതുകൊണ്ട് പേടിക്കാതെ ആർക്കും ഉപയോഗിക്കാം. കുഞ്ഞുങ്ങൾ മുതൽ വലിയവർക്ക് വരെ ഉപയോഗിക്കാം. ഫുഡുകളിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ വറ്റൽ പോലുള്ള സാധനങ്ങൾ, നമുക്ക് പഴംപൊരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളില്ല. കൊളസ്ട്രോൾ ഉള്ളവർക്ക് വേണമെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം. വളരെ ശുദ്ധമായ വെളിച്ചെണ്ണയാണ്. ഇതിന് നമുക്ക് ഉരുക്ക് വെളിച്ചെണ്ണ എന്നും നാട്ടിൽ പറയാറുണ്ട്. പിന്നെ ഇത് ഒരുപാട് നേരം തീയിലിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി എണ്ണ ഊറി വരും. പിന്നെ വീഡിയോ ലാഘടിപ്പിച്ച് ക്ഷമിക്കുക. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെയുള്ള തേങ്ങയുടെ പീസിനെ നമുക്ക് കോരി മാറ്റാം. ഇത് വേസ്റ്റല്ല. ഇത് നമുക്ക് ചായയുടെ കൂടെ ഒരു കടിയായിട്ട് വേണമെങ്കിലും കഴിക്കാം. നല്ല ടേസ്റ്റുള്ളൊരു സാധനമാണ്. പിന്നെ നമുക്ക് ആ വെളിച്ചെണ്ണ ഒരു പാത്രത്തിലേക്ക് അരിച്ച് മാറ്റിയെടുക്കാം. ഒരു ഏകദേശം 200 മില്ലിയോളം വെളിച്ചെണ്ണയാണ് നമുക്ക് ഈ രൂപത്തിൽ കിട്ടിയിരിക്കുന്നത്. 2 തേങ്ങയിൽ നിന്ന് നമുക്ക് 200 മില്ലി വെളിച്ചെണ്ണ, വളരെ ശുദ്ധമായ വെളിച്ചെണ്ണ കിട്ടിയിട്ടുണ്ട്. മഞ്ഞൾ ആഡ് ചെയ്തുകൊണ്ടാണ് ഒരു ഗോൾഡിഷ് കളർ അതിൽ വന്നത്. ഇത് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ചോറിൽ വേണമെങ്കിലും ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കാം. വേറെ കുഴപ്പമൊന്നുമില്ല. കടയിൽ നിന്ന് വാങ്ങുന്ന വെളിച്ചെണ്ണയേക്കാൾ ഒരു 100% പേടിക്കാണ്ട് നമുക്ക് ഈ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. അത്രയ്ക്കും വളരെ ശുദ്ധമായതാണ്. നമുക്ക് ആവശ്യമുള്ളതൊക്കെ എടുത്തിട്ട് ബാക്കിയുള്ളത് കുപ്പിയിലേക്ക് ഒഴിച്ച് വയ്ക്കാം. വീഡിയോ എല്ലാവർക്കും വളരെ ഉപയോഗപ്രദമാണെന്ന് നമുക്കറിയാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ഓക്കെ, താങ്ക് യു.